മൈ ഡിയർ സ്റ്റുഡൻറ്റ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെക്കേഷനായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പം നമ്മൾക്ക് ഈ ഒരു വെക്കേഷനിൽ നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും പഠിച്ചാലോ? യെസ്, എന്താണ്? സ്പോക്കൺ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ക്ലാസ് എൻ്റെ സ്റ്റുഡൻസിന് മാത്രമല്ല, പക്ഷേ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ബിഗിനേഴ്സ് എന്ന നിലയിൽ ഈ ഒരു ക്ലാസ് ഉപകാരപ്രദമാവും. ഓക്കെ, അപ്പോൾ വൈ വി ആർ ലേണിംഗ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നത്? ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് എ വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജ് അല്ലേ? കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. ആൻഡ് ഓൾസോ നോയിങ് ഇംഗ്ലീഷ് ക്യാൻ ഹെൽപ്പ് യു ഗെറ്റ് ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും അല്ലേ, എങ്ങനെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുക അല്ലേ? അതെ, ഏതൊരു ഭാഷ പോലും തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജിലും നമുക്ക് എളുപ്പത്തിൽ സ്വായത്തമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ് അല്ലേ? കമ്മ്യൂണിക്കേഷനിലൂടെ, പരസ്പരം സംസാരത്തിലൂടെ മാത്രമേ പെട്ടെന്ന് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഞങ്ങൾക്കൊരു കമ്പാനിയൻ ഇല്ല അല്ലേ, ഞങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഇല്ല, ഞങ്ങൾക്ക് വീട്ടിൽ അതിനുള്ള അവസരമില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? യെസ്, നമ്മളൊരു ദിവസം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ആരോടായിരിക്കും? നമ്മളോട് തന്നെ ആയിരിക്കും അല്ലേ? നമ്മളുടെ മൈൻഡിൽ നമ്മളോട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡെയിലി ചോദിക്കാറുണ്ട്. അതിനുള്ള ആൻസർ എന്ന നിലയിൽ നമ്മളോട് തന്നെ ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങാം അല്ലേ? എങ്ങനെയാണ്? യു ക്യാൻ യൂസ് മിറർ. ഓക്കെ, എന്നാണ് നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ ഇതിൽ ക്വസ്റ്റ്യനും നിങ്ങൾ പറയണം, ആൻസറും നിങ്ങൾ തന്നെ പറയണം അല്ലേ? ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% റിസൾട്ട് ഉറപ്പാണ്. ഓക്കെ, കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ മാത്രമേ ഏറ്റവും പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഗ്രാമർ ടിപ്സ്, സിമ്പിൾ കൺവെർസേഷൻ, പ്രൊനൗൺസിയേഷൻ ട്രിക്ക് ആൻഡ് റിയൽ ലൈഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ഓൾസോ ഗിവിങ്. നോ ബോറിംഗ് ലെസൺ. ഓക്കെ, വളരെ എളുപ്പവും അതുപോലെ തന്നെ രസകരവുമായിട്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമ്മൾക്ക് ഗ്രാമർ അറിഞ്ഞിരിക്കണം അല്ലേ? പക്ഷേ ഐ എം നോട്ട് മച്ച് ഗോയിങ് ടു ഗ്രാമർ. ഞാൻ കൂടുതലായിട്ട് ഗ്രാമറിലേക്ക് കിടക്കുന്നില്ല. കാരണം ഗ്രാമർ കൂടുതലായിട്ട് പഠിച്ചിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് സംസാരിക്കാമെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ടെൻസസിനെ കുറിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ മർമ്മപ്രധാനമായ ടെൻസസ്. ഓക്കെ, അപ്പോൾ ഇതറിഞ്ഞാൽ നമ്മൾക്ക് ഇന്നിനെക്കുറിച്ചും ഇന്നലെകളെക്കുറിച്ചും അല്ലെങ്കിൽ നാളെയെക്കുറിച്ചൊക്കെ പറയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോഴേക്ക് ഇത് നമുക്ക് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നോക്കാം. പ്രസൻറ്റ് ടെൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് പ്രസൻറ്റ് ടെൻസ്? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലേ? പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? കഴിഞ്ഞു പോയ കാലം, ഇന്നലെകൾ, പാസ്റ്റ്. ഫ്യൂച്ചർ എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന കാലം. അപ്പോൾ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ്. ഇതിൽ ഓരോന്നിലും എഗെയിൻ 4 വകഭേദങ്ങൾ കൂടിയുണ്ട് കേട്ടോ. പ്രസൻറ്റ് ടെൻസിൽ 4 എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിലും പാസ്റ്റ് ടെൻസിലൊക്കെ 4 എണ്ണം വീതമുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പ്രസൻറ്റ് ടെൻസിലെ 2 ടൈപ്സിനെ കുറിച്ചാണ്. ഓക്കെ കുട്ടികൾ, കാരണം നമുക്ക് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാൻ യൂസ് ചെയ്യുന്ന ടെൻസസിലോട്ടാണ് നമ്മൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഓക്കെ ഡിയർ? ഓക്കെ, വി ക്യാൻ റിപ്പീറ്റ് ഇറ്റ്. പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ് ഭൂതകാലം, ഫ്യൂച്ചർ ടെൻസ് ഭാവികാലം. ഓക്കെ, അപ്പോൾ നമ്മളിനി പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓക്കെ, പറഞ്ഞു പ്രസൻറ്റ് ടെൻസിൽ അഗെയിൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 ടൈപ്പ് അല്ലേ? ഇത് 4ആയിട്ട് തരച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് നോക്കാം. ഫസ്റ്റ് വൺ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയും. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് പറയാൻ നോക്കാം. ഐ ലേൺ ഇംഗ്ലീഷ്. ഓക്കെ, ഐ ലേൺ ഇംഗ്ലീഷ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട്. ഓക്കെ, ജനറലി നമ്മൾ പറയാണ്. കാരണം ഇതിൽ കാലം വ്യക്തമല്ല, എപ്പോഴാണ് ഇംഗ്ലീഷ്, ഇന്നലെയാണോ ഇന്നാണോ എന്നില്ല അല്ലേ? അപ്പോൾ നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യാനാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. രണ്ടാമത്തെ രൂപം ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. ആദ്യം ഐ ലേൺ ഇംഗ്ലീഷ്, രണ്ടാമത്തേത് ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ മീനിങ്? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അറ്റ് പ്രസൻറ്റ് അല്ലേ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാനാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തേത് സിമ്പിൾ പ്രസൻറ്റ്, രണ്ടാമത്തേത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി മൂന്നാമത്തേത് നോക്കാം. ഐ ഹാവ് ലേൺഡ് ഇംഗ്ലീഷ് അല്ലേ? ഐ ഹാവ് ലേൺഡ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്.
ഒരു ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷനാണ് അല്ലേ, ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ ഇപ്പോഴും അതിന് എഫക്റ്റ് ഉണ്ട് എന്ന് കാണിക്കാനാണ് ഐ ഹാവ് എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈപ്പ് നോക്കാം. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ്. എന്താ അതിൻ്റെ മീനിങ്? ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കൊണ്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ഇപ്പോഴും അത് എന്താണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളിതൊരു കാലത്തെ സൂചിപ്പിക്കാനാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഐ ഹാവ് ബീൻ ലേണിംഗ് ഇംഗ്ലീഷ് സിൻസ് യെസ്റ്റർഡേ. ഇന്നലെ മുതൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ 4 രൂപത്തിൻ്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? ഐ ലേൺ ഇംഗ്ലീഷ് അല്ലേ, ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ അതിൻ്റെ മീൻസ് റെഗുലറായിട്ട് അല്ലെങ്കിൽ ഹബിച്വലായിട്ട് ചെയ്യുന്ന ലേൺ ഇംഗ്ലീഷ് എന്നാണ് ഇതിൻ്റെ മീൻ. സെക്കൻഡ് വൺ, ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് അല്ലേ. അപ്പോൾ ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് വി ആർ കറൻ്റ്ലി ഇൻ ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഇംഗ്ലീഷ്. ഇത് രണ്ടിനെ കുറച്ചുകൂടി എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈറ്റ് കഴിക്കുന്നു. അപ്പോൾ ഐ ഈറ്റ് റൈസ്, ഞാൻ ചോറ് കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഐ ആം ഈറ്റിംഗ് റൈസ്, ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് റീഡ്. റീഡ് മീൻസ് വായിക്കുന്നു അല്ലേ, വായിക്കുക, വായിക്കുന്നു പറയാം. ഐ റീഡ് എ ബുക്ക്, ഞാൻ ബുക്ക് വായിക്കാറുണ്ട്. ഐ ആം റീഡിങ് എ ബുക്ക്, ഞാൻ ബുക്ക് വായിച്ചു കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് റൈറ്റ്, എഴുതുന്നു അല്ലേ. റൈറ്റ് മീൻസ് ഐ റൈറ്റ് എ ലെറ്റർ, ഞാൻ ലെറ്റർ എഴുതാറുണ്ട് അല്ലേ. ഐ എം റൈറ്റിംഗ് എ ലെറ്റർ, ഞാനിപ്പോൾ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് പ്ലേ, കളിക്കുന്നു. ഐ പ്ലേ ഫുട്ബോൾ, ഐ ആം പ്ലേയിങ് ഫുട്ബോൾ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു എക്സാമ്പിൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാത്തിലും ഐ വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിൻ്റെ എക്സാം കൊടുത്തത്. ഞാൻ ചെയ്യുന്നു അല്ലേ. ഇനി ഷീ ഓർ ഹീ, അവൾ ഓർ അവൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഐ റൈറ്റ് എ ലെറ്റർ അല്ലേ. ഐ നമ്മൾ യൂസ് ചെയ്ത് ഐ റൈറ്റ് എ ലെറ്റർ. അപ്പോൾ ഹി റൈറ്റ്സ് എ ലെറ്റർ, അവിടെ ഒരു എസ് ആഡ് ചെയ്തു അല്ലേ. അതുപോലെ തന്നെ ഷീ റൈറ്റ്സ് എ ലെറ്റർ, ഇറ്റ് റൈറ്റ്സ് എ ലെറ്റർ, ദേ റൈറ്റ് എ ലെറ്റർ. എന്തുകൊണ്ടാണ് ഇവിടെ ഷീ ആൻഡ് ഹീയിലേക്ക് ഒരു എസ് ആഡ് ചെയ്തത്? യെസ്, അപ്പോൾ നമ്മൾക്ക് അവിടെ ഒരു അല്ലേ എന്തൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ. എന്താണ്? ബിക്കോസ് ഹീ ഷീ ഇതൊക്കെ എന്താണ്, സിംഗുലർ ആണ് അല്ലേ. അതുകൊണ്ടാണ് അതിലേക്ക് എസ് ആഡ് ചെയ്തത്. ഓക്കെ, ദേ എന്ന് വെച്ചാൽ പ്ലൂറലാണ് അല്ലേ. ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളത് കൊണ്ട് നമ്മൾ എസ് ആഡ് ചെയ്യുന്നില്ല, റൈറ്റ് എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഐൻ്റെ കൂടെ എന്താ എസ് ഇല്ലാതെ നിങ്ങൾ വിചാരിക്കും അല്ലേ, ഐ സിംഗുലർ. പക്ഷേ ഐ സിംഗുലർ എന്ന് വെച്ചാൽ ഏകവചനം, പ്ലൂറൽ എന്ന് വെച്ചാൽ ബഹുവചനം അല്ലേ. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഐയെ ബഹുവചനമായിട്ടാണ് കണക്കാക്കുക. മനസ്സിലായോ? ഇൻ ഷോർട്ടായിട്ട് നമുക്ക് പറയാം, ഇപ്പോൾ ഹി ഷീ ഇറ്റ് ഇതൊക്കെ ഏകവചനമായത് കൊണ്ട് തന്നെ നമ്മൾ വേർബിൻ്റെ കൂടെ ഇ എസ് അല്ലേ, റൈറ്റ്സ് എന്ന് ആഡ് ചെയ്യും അല്ലേ. വേർബ് എന്ന് വെച്ചാൽ ഒരു ആക്ഷൻ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ബഹുവചനമായ ഐയെ ബഹുവചനമായി കണക്കാക്കുന്നു ഇംഗ്ലീഷ് ഭാഷയിൽ. അപ്പോൾ ഐ ദേ ഒക്കെ ആകുമ്പോൾ റൈറ്റ് എന്നാണ്. ദിസ് റൂൾ അപ്ലൈഡ് ഓൺലി പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഈ ഒരു റൂൾ അപ്ലൈ ആക്കുന്നത് നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയായതാ? അപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എന്താണ്, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല, വേർബിൻ്റെ കൂടെ പ്ലസ് ING ചേർത്താൽ മതി. ഓക്കെ, ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ, ഷീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ഹീ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ, ദേ ആർ റൈറ്റിംഗ് എ ലെറ്റർ അല്ലേ. ആരായാലും, അവനായാലും അവളായാലും അവരായാലും എന്താണ്, കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഓരോ എക്സാമ്പിൾ വീതം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.